പ്രൈസ് ദി ലോർഡ്. ദ ഷെപ്പേർഡ്സ് ഹാർപ്പിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും 118 സങ്കീർത്തനം 6 വാക്യം വായിക്കുന്നു. യഹോവ എൻ്റെ പക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. പലപ്പോഴും മനുഷ്യ ജീവിതത്തിലെ അത് കക്ഷി രാഷ്ട്രീയ മതവ്യത്യാസമെന്നെ ഏവരും ശ്രമിക്കുന്ന കാര്യമാണ് തങ്ങളുടെ പക്ഷത്ത് ചിലരെ നിർത്തുവാൻ. തങ്ങളുടെ ഒരു ആവശ്യത്തിൻ്റെ മധ്യേ തങ്ങളുടെ ഒരു സാഹചര്യത്തിൽ തങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു കൂട്ടം ജനത്തെ കൂടെ നിർത്തുവാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഇവിടെ നാം കാണുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ പക്ഷത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഈ സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യം, അതായത് ബൈബിളിൻ്റെ മധ്യവാക്യങ്ങളിൽ പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഈ സങ്കീർത്തനം അടിവരയിട്ട് പറയുകയാണ്, നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് നാം ഭയപ്പെടുകയില്ല. മറ്റൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദൈവം എൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തേ തകർന്നു പോയേനെ, എന്തേ നശിച്ചു പോയേനെ. തീർച്ചയായിട്ടും നിൽക്കുന്നെന്നും തോന്നുന്നതും വീഴാതിരിക്കേണ്ടതിന് അധികം സൂക്ഷിച്ചു കൊള്ളണമെന്ന് വചനത്തെ നമ്മൾ വായിക്കുന്നു. ഏത് മനുഷ്യനെയും പാറ്റുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ, അവനെ നിൽക്കുന്ന നിലയിൽ നിന്ന് തള്ളിയിടുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ വിഷയങ്ങളുടെ മധ്യേ നമ്മുടെ സാഹചര്യങ്ങളിൽ നേരായ പാതയിൽ ശരിയായ രീതിയിൽ നാം നയിക്കപ്പെടണമെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. യഹോവ എൻ്റെ പക്ഷത്തുള്ളതുകൊണ്ട്, ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ശരിയായ ദിശയിൽ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. സങ്കീർത്തനങ്ങൾ 27 അധ്യായത്തിൽ നാം വായിക്കുന്നു, ലോർഡ് ഇസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ. കർത്താവിൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഇരുൾ നിറഞ്ഞ ഈ കൂരിട്ട് നിറഞ്ഞ പാതകളിലൂടെ ഈ ലോക സാഹചര്യങ്ങളിൽ നമ്മൾ നടക്കുമ്പോൾ തട്ടി വീഴാതിരിക്കുവാൻ വെളിച്ചമായി, ജീവന്റെ വെളിച്ചമായി കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകണം. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ അരുളിച്ചത് വചനമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ കർത്താവിലൂടെ നമുക്ക് പിതാവായ ദൈവത്തിലേക്ക് ചെല്ലുവാൻ, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി കർത്താവാണ്. ആ കർത്താവ് നമുക്ക് ജീവന്റെ രക്ഷയായി, ആമേൻ, ജീവന്റെ വെളിച്ചമായി നമ്മുടെ കൂടെ നിൽക്കുമാറാകട്ടെ. 46 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ ഗോഡ് ഈസ് റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. നമുക്കൊരു സങ്കേതമായി, നമ്മുടെ ജീവന്റെ ബലമായി കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടാകണം. ദൈവം നമ്മുടെ സങ്കേതവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. നമ്മുടെ ജീവന്റെ ബലമായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ രക്ഷയായി നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് വെളിച്ചമായി ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, നാം ഭയപ്പെടേണ്ടതില്ല. ശത്രുവിന് നമ്മെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ നമുക്ക് ആരംഭിക്കാം. പകൽക്കാലം ജീവിക്കാനുള്ള കൃപ ദൈവം തരുമാറാകട്ടെ. ആ ദൈവസന്നിധി നമ്മൾ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വചനം കേൾക്കുന്ന നിരജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യഹോവ എൻ്റെ പക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഭയപ്പെടാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ദൈവ സാന്നിധ്യം, അങ്ങയുടെ സഹിത്വം, അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.